നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മരിച്ചുപോയ സഹോദരിയുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം പിൻവലിക്കാനെത്തിയ വയോധികന് മുന്നിൽ ഉണ്ടായിരുന്നത് ഒരുപാട് കടമ്പകൾ. ഒടുവിൽ അസ്ഥികൂടം കൊണ്ടുവന്ന് ബാങ്കിൽ ഹാജരാക്കിയ വയോധികൻ. ഒഡീഷയിലെ ക്യോഞ്ചർ ജില്ലയിലെ പട്ടാനയിലാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ജീതു മുണ്ട എന്ന ആദിവാസി വയോധികനാണ് സഹോദരിയുടെ പണം വിട്ടുകിട്ടാനായി ഇത്തരത്തിൽ അസ്ഥികൂടം എടുത്തുകൊണ്ട് വരേണ്ട സാഹചര്യം ഉണ്ടായത്. ജീതുവിന്റെ സഹോദരി കൽറ മുണ്ട പട്ടാനയിലെ മാലിപ്പോസിലുള്ള ഗ്രാമീൺ ബാങ്ക് ശാഖയിൽ അക്കൗണ്ട് ഉണ്ട്. ഈ വർഷം ജനുവരി 26-ന് കൽറ, അതായത് അദ്ദേഹത്തിന്റെ സഹോദരി, മരിച്ചു. ഇതിനുശേഷം കൽറയുടെ അക്കൗണ്ടിൽ 20,000 രൂപയുണ്ട്. അത് പിൻവലിക്കാൻ സഹോദരൻ ശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം ബാങ്കിനെ സമീപിച്ചു. പക്ഷേ അക്കൗണ്ട് ഉടമ നേരിട്ട് ഹാജരായാലേ പണം പിൻവലിക്കാനാകൂ എന്നായിരുന്നു ബാങ്ക് അധികൃതരുടെ വാദം. സഹോദരി മരിച്ചെന്ന് ജീതു പറഞ്ഞു, പക്ഷെ അധികൃതർ മുഖവിലക്കെടുത്തില്ല. തുടർന്ന് പലതവണ ജീതു ബാങ്കിലെത്തി. പക്ഷെ അധികൃതർ ഈ വ്യക്തി നേരിട്ടെത്തിയാലേ പണം നൽകൂ എന്ന ഒരു വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഒടുവിൽ സഹോദരിയുടെ അസ്ഥികൂടവുമായി ജീതു ബാങ്കിലെത്തുകയായിരുന്നു. ഞാൻ ഒരുപാട് തവണ ബാങ്കിനെ സമീപിച്ചതാണ്. അക്കൗണ്ട് ഉടമ നേരിട്ട് വരണമെന്നാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞത്. സഹോദരി മരിച്ചപ്പോ എന്ന് പറഞ്ഞിട്ടും കേൾക്കാൻ തയ്യാറാകാതെ അവർ നേരിട്ട് വന്നാലേ പണം നൽകുകയെന്ന് ബാങ്കുകാർ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കേട്ട് ദേഷ്യം വന്നതോടെ സഹോദരിയുടെ കുഴിമാടത്തിൽ അസ്ഥികൂടം കുഴിച്ചെടുത്ത് ബാങ്കിൽ തെളിവിനായി കൊണ്ടുവന്നതാണ് താൻ എന്നായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പണം പിൻവലിക്കാനുള്ള വ്യവസ്ഥകളെക്കുറിച്ചും നോമിനിയെക്കുറിച്ചും ജീതുവിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ബാങ്ക് അധികൃതർ ശ്രമിച്ചു. പക്ഷെ അതിന് സാധിച്ചില്ല എന്നാണ് പട്ടാന പോലീസ് ഇൻസ്പെക്ടർ കിരൺ പ്രസാദ് വ്യക്തമാക്കിയത്. കൽറയുടെ നോമിനി മരിച്ചുപോയി. ഈ സാഹചര്യത്തിൽ ഏക അവകാശി എന്ന നിലയിൽ ജീതുവിന് പണം കൈമാറാനുള്ള നടപടികൾ ബാങ്കുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഒരുപാട് നൂലാമാലകളുണ്ട്, ഒരുപാട് വ്യവസ്ഥകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മരിച്ച സാഹചര്യത്തിൽ അത് വിട്ടുകൊടുക്കുക വളരെ വലിയ പാടുള്ള കാര്യമായിരുന്നു. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നിരക്ഷരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് മരിച്ചുപോയ സഹോദരിയുടെ പണം കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബാങ്കിനെ സമീപിക്കുന്നു. പക്ഷെ തുടരെ ഒരു ആൾ നേരിട്ട് ഹാജരാകണമെന്ന നിർദ്ദേശം വന്നതോടെയാണ് ഇത്തരത്തിൽ ഒരു അസ്ഥികൂടവുമായി അദ്ദേഹത്തിന് അവിടേക്ക് വരേണ്ടി വന്നത്. അതേസമയം ഈ ഇൻഷുറൻസുകൾ എടുക്കുന്നതോടൊപ്പം സമ്പാദ്യങ്ങളെല്ലാം നോമിനിയെ ചേർക്കേണ്ടതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഒരാൾ മരണപ്പെടുകയും അയാളുടെ അക്കൗണ്ടിലെ പണം ആശ്രിതർക്ക് ആവശ്യവുമായി വരുമ്പോൾ, മരിച്ചത് മാതാപിതാക്കളാണെങ്കിൽ ATM കാർഡും പിൻ നമ്പർ ഉപയോഗിച്ച് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നത് നിയമപരമല്ല. രക്ഷിതാവിന്റെ മരണശേഷം ആ വ്യക്തിയുടെ മരണത്തെക്കുറിച്ച് ബാങ്കിനെ അറിയിക്കാതെ ആരെങ്കിലും അത്തരം ഒരു പിൻവലിക്കൽ നടത്തിയാൽ അത് പിന്നീട് ക്രിമിനൽ ശിക്ഷ വരെ അർഹിക്കുന്ന തെറ്റായി മാറിയേക്കാം. എന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. നിങ്ങളൊരു പവർ ഓഫ് അറ്റോർണി അഥവാ അവകാശ രേഖ നേടിയിട്ടുണ്ടെങ്കിൽ അത് ബാങ്കിനെ ബോധ്യപ്പെടുത്തിയതാണെങ്കിൽ പിന്നീട് മരണപ്പെട്ടയാളുടെ അക്കൗണ്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ATM പിൻ നമ്പർ, പേര് എന്നിവ മാറ്റി കിട്ടിയതിനു ശേഷം മാത്രമാണ് ഉപയോഗിക്കുന്നതാണ് സുരക്ഷിതം. സാധാരണ നിലയിൽ പെൻഷൻ വാങ്ങുന്നവരോ മറ്റോ ആണ് മരണപ്പെടുന്നതെങ്കിൽ ഭാര്യയുടെ മക്കളോ ആയ നോമിനിയുടെ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ടാകാം. ഇതിനാൽ പിന്നീട് പണം പിൻവലിക്കൽ തടസ്സങ്ങൾ വരില്ല. പക്ഷേ നോമിനിയെ ചേർക്കാത്ത പക്ഷം മക്കൾ, ഭാര്യ, അമ്മ, അച്ഛൻ തുടങ്ങിയവരുണ്ടെങ്കിൽ അവരുടെ തുല്യ പങ്കാളിത്തത്തോടെ ബാങ്കിൽ നിയമപരമായ രേഖകൾ, അതായത് അവകാശം വില്ലേജ് ഓഫീസിലും റേഷൻ കാർഡിലും മറ്റും രേഖപ്പെടുത്തിയവ സമർപ്പിച്ച് പണം തുല്യമായി ലഭിക്കുന്ന തരത്തിലാക്കാം. ഒരാളിലേക്കാണ് ഈ തുക എത്തുന്നതെങ്കിൽ മറ്റുള്ളവരുടെ കൺസെന്റ് ലെറ്റർ അഥവാ സമ്മതപത്രം സമർപ്പിച്ചിരിക്കണം. അക്കൗണ്ടിൽ ചേർക്കപ്പെട്ട നോമിനിയുടെ പേര്, ആധാർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ, ഫോൺ നമ്പർ എന്നിവ ബാങ്കിൽ വിളിച്ച് പുതുക്കുക. അപേക്ഷാ ഫോമും സമർപ്പിക്കേണ്ടതായി വരും. മരണം സംഭവിച്ചാൽ ഉടൻ തന്നെ ബ്രാഞ്ചിൽ വിളിച്ച് പറയുകയും വ്യക്തിയുടെ പേരുള്ള ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ നിശ്ചലമാക്കുകയും വേണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.